നിങ്ങൾ പല്ലൊരു പോഡുമായിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്നാൽ ഡെന്റിസ്റ്റ് അത് ഫില്ല് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യും. ഡെന്റിസ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കുന്നത് ഏത് ടൈപ്പ് ഫില്ലിംഗ് ആണ് വേണ്ടതെന്നാണ്. ഏത് ടൈപ്പ് സെലക്ട് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഫില്ലിംഗ് ആണ് ഡെന്റിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തേതാണ് അമാൽഗം ഫില്ലിംഗ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ആണ് അമാൽഗം ഫില്ലിംഗ്. ഏറ്റവും ഡ്യൂറബിളും അമാൽഗം ഫില്ലിംഗ് ആണ്. അതിന്റെ ഒരു ദോഷവശം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പല്ലിന് ഒരു കറുത്ത നിറം അല്ലെങ്കിൽ മോണയോട് തട്ടുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ മോണയ്ക്ക് ഒരു അമാൽഗം ടാറ്റു വരാൻ ചാൻസ് ഉണ്ട്. മെർക്കുറിയുടെ പ്രസൻസും ഒരു കൺസേൺ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഫില്ലിംഗ് ആണ് ഗ്ലാസ് ഐണോമർ ഫില്ലിംഗ്സ്. വെള്ള നിറത്തിലുള്ളതും ഫ്ലൂറിൻ റിലീസ് ചെയ്യുന്നതായിട്ടുള്ള ടൈപ്പ് ഫില്ലിംഗ് ആണ് GIC അല്ലെങ്കിൽ ഗ്ലാസ് ഐണോമർ ഫില്ലിംഗ്സ്. കുട്ടികൾക്ക് അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും കേട് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ്, കൂടുതൽ ബൈറ്റിംഗ് ഫോഴ്സ് വരാത്ത സ്ഥലങ്ങളിൽ ഗ്ലാസ് ഐണോമർ സിമെന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ മറ്റ് ഫില്ലിംഗ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിന് സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ അതിന്റെ ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. വെള്ള നിറത്തിലായതുകൊണ്ട് തന്നെ സ്റ്റെയിൻ പിടിക്കാനുള്ള ഒരു ചാൻസും ഗ്ലാസ് ഐണോമർ ഫില്ലിംഗ്സിന് കൂടുതലാണ്. മൂന്നാമത്തെ ടൈപ്പ് ഫില്ലിംഗ് ആണ് കോമ്പോസിറ്റ് ഫില്ലിംഗ്സ്. പല്ലിന്റെ നിറത്തിലുള്ള ഫില്ലിംഗ്സ് ആണ് കോമ്പോസിറ്റ് ഫില്ലിംഗ്സ്. നമ്മൾ ഫില്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എവിടെയാണ് ചെയ്തതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. ഈസ്തെറ്റിക് ആയിട്ടുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് മുന്നിലെ പല്ലിലും ബാക്കിലെ പല്ലിലും നമുക്കത് ഫില്ലിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോമ്പോസിറ്റ് ടൈപ്പ് ഫില്ലിംഗ്സ് ആണ്. കോമ്പോസിറ്റ് ഫില്ലിംഗിന്റെ ഡ്യൂറബിലിറ്റി ഗ്ലാസ് ഐണോമർ ഫില്ലിംഗ്സിനെക്കാട്ടിലും കൂടുതലാണ്. നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഡോക്ടർ നിങ്ങളുടെ പല്ലിന് ഏത് ടൈപ്പ് ഫില്ലിംഗ് ആണ് ബെറ്റർ എന്നും അത് എന്തുകൊണ്ടാണെന്നും നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.